എല്ലാവർക്കും ബിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബി ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവകൃപയാൽ ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും ദൈവം ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലെ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു. ഈ ദിവസങ്ങളിൽ ഒരു ഇച്ചിരി ബിസിയായിരുന്നു. കാരണം ഓരോരുത്തർക്കും കുറേശ്ശെയൊക്കെ അച്ചാറും ചോദിക്കുന്നവരുണ്ട്, മിക്സ് വെജിറ്റബിളും ചിക്കനും അങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം നമ്മുടെ ഈ സ്ഥിരം വാങ്ങിക്കുന്നവരാകുമ്പോൾ നമുക്കൊന്നും പറയാക്കത്തില്ലല്ലേ. അല്ലാതാണെങ്കിൽ നമുക്ക് ഇപ്പം ഇല്ലെങ്കിൽ ഒരുമിച്ച് ഇടുമ്പം നമുക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇങ്ങനെ ആയപ്പം പിന്നെ അതിൻ്റെയൊക്കെ ബിസിയായിരുന്നു. അതിൻ്റെ ഒന്ന് ചില വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വീട്ടിലെ വീഡിയോകളും കുക്കിംഗ് വീഡിയോകളും ഒന്നും എനിക്ക് അങ്ങോട്ട് അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് വീഡിയോകൾ കുറവായിപ്പോയി. അപ്പം ഞാൻ നെറ്റ് ബന്ധാക്കിയില്ല. അതുകൊണ്ട് മെസ്സേജ് ഇങ്ങനെ വരുന്നു. അപ്പോൾ 2 ദിവസത്തേക്ക് വീഡിയോ അടുപ്പിച്ചാൽ ഇനിയിപ്പോൾ ഇടാൻ പോകുന്നത്. അപ്പോൾ എന്താ, ഇപ്പം വാട്സപ്പിൽ എനിക്കൊരു മെസ്സേജ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു സാധനങ്ങളുടെ വിലയുടെ കാര്യം. ഇവിടെയും പച്ചക്കറിയൊക്കെ നല്ല, കോവയ്ക്കൊക്കെ ഒട്ടും വിലയില്ലാതിരുന്ന കോവയ്ക്കൊക്കെ കാക്കിലോ 20 രൂപ എന്നൊക്കെ പറയും. കഴിഞ്ഞ ദിവസം വെളുത്തുള്ളി 300 ആയി. കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഈ സാധനം വാങ്ങിക്കുന്ന കടയിൽ നിന്ന്, പക്ഷെ അത് വലിയ അല്ലിയാണ്, കാക്കിലോ 75 രൂപ. അല്ലാതെ റേച്ചാൻ കഴിഞ്ഞ ദിവസം ഈ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് 60 രൂപ കാക്കിലോ. പക്ഷേ അത് കുഞ്ഞു അല്ലിയാണ്. ആദ്യത്തെ ആ ഒരു പാർട്ട് അല്ലി പൊളിക്കുമ്പോഴത്തേനകത്ത് ഒട്ടും നമുക്ക് പൊളിക്കാക്കത്തില്ല. പിന്നെ അത് മോടൻ ചെത്തി നമുക്ക് അരയ്ക്കാനെങ്ങാണേ പറ്റത്തുള്ളൂ. അങ്ങനെയുള്ളത് 60 രൂപയ്ക്കുള്ളൂ. പക്ഷേ ഈ 75 രൂപയ്ക്ക് വാങ്ങിച്ചത് വലിയ വെളുത്തുള്ളിയായിരുന്നു. ഇപ്പം എല്ലാത്തിനും സവാളയ്ക്കും എല്ലാം വില കൂടി. ഇനിയിപ്പം മഴ ആയതുകൊണ്ട് ഇനിയും എല്ലാത്തിനും ഒന്നുകൂടെ വില കൂടും. എങ്ങനെ മനുഷ്യർ ജീവിക്കുമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. പിന്നെ അഖിൽ പറഞ്ഞു, ചേച്ചി അച്ചാറൊക്കെ ഇടുമ്പോൾ ഒത്തിരി നേരം നിൽക്കണ്ടേ, ടെയിൽ ബോണിന് പ്രോബ്ലം ഉണ്ടായിട്ട് എന്തോ ചെയ്യാനാ, മനുഷ്യർ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ കിടന്ന് കഷ്ടപ്പെടുന്നു. ആ സമയത്ത് നമ്മൾ ടെയിൽ ബോണിൻ്റെയും എല്ലാത്തിൻ്റെയും വേറെ ടെയിൽ ബോണിനെ തന്നെ അങ്ങോട്ട് മാറ്റി വെക്കും. എന്നിട്ടാണ് ജോലി ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് 3-4 ദിവസം നല്ല വേദനയായിരിക്കും. പിന്നെ ഓയിലൊക്കെ ഇട്ടിങ്ങനെ ഇരിക്കും. ഇന്ന് നമ്മുടെ കാലയിലും ഞാൻ കൊച്ചിനോട് പറഞ്ഞപ്പോൾ മോനെ ഇച്ചിരി ഒന്ന് കാല എണ്ണ തേച്ച് കിടന്നു, നല്ല വേദനയുണ്ട്. ഇത്രയും ദിവസം നിൽക്കുമല്ലായിരുന്നോ. ഇന്നലെ തന്നെ ഒരുമിച്ച് ഞാൻ കുറച്ച് മതി അതെങ്കിലും വെജിറ്റബിളും ചിക്കനും എല്ലാം ഒരുമിച്ച് ഒരു ദിവസം തന്നെ അത് 2 ഇട്ട്. ഇപ്പം നമുക്കിപ്പോൾ 1 കിലോ വെച്ച് ഇടാനാണേലും ഇതിനെല്ലാം ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നമ്മൾ തന്നെ ഇരുന്ന് ചെയ്യണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ വീട്ടിലേയും കൂടെ ചെയ്യുമ്പോഴത്തേന് സമയം ഒക്കെ നമുക്ക് കിട്ടാതാവും. ഒരാൾ തന്നെ പിന്നെ ഈ പിള്ളേരുടെ പുറകെ ഇങ്ങനെ ഓടുന്നതാണ്. സാറ്റർഡേ പ്രൈസ് മോനിപ്പം അവധിയായിരുന്നു. അതുകൊണ്ടൊക്കെ പിന്നെ മഴ ഇവിടെ അങ്ങോട്ട് കൂടുതലായിട്ട് തുടങ്ങിയിട്ടില്ല, എന്നാലും പെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ 2 ദിവസത്തെ വീഡിയോയാണ് ഇന്ന് ഒരുമിച്ചിട്ടേക്കുന്നേ. ഓക്കെ. അന്ന് രാവിലെ മസാല ഇഡലി ആയിരുന്നു, അല്ലാത്ത സാധാ ഇഡലി ഉണ്ടാക്കി. അപ്പോൾ അതെല്ലാം ചെയ്തിട്ട് അതിൻ്റെ 2 ദിവസത്തിന് മുമ്പിട്ട് ഇത്തിരി കൂടുതൽ ക്വാണ്ടിറ്റി ഞാൻ ബീഫ് അച്ചാറൊക്കെ ഇട്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്നും എനിക്ക് ഇച്ചിരിച്ചൊക്കെ ഇടണം. അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ നിന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇത്തിരി തോരനൊക്കെ വെക്കണമായിരുന്നു. തുണി അങ്ങ് കഴുകാനിട്ട്. ഇപ്പം മഴ ആയതുകൊണ്ട് തുണി ഉണങ്ങുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആകെ ഒരു അവതാളത്തിലിരിക്കുക. കാരണം കഴുകാനുള്ള തുണികൾ കഴുകാതിരിക്കാനും പറ്റത്തില്ലല്ലേ. അപ്പോൾ ഞാൻ തുണി ഇട്ടിട്ട് പാത്രങ്ങൾ കഴുകാനവിടെ കിടക്കുന്നേ ഉള്ളൂ. അപ്പോൾ പോൾമോനൊക്കെ ഈ ടൊമാറ്റോ ചട്നി ഭയങ്കര ഇഷ്ടമാണ് ചപ്പാത്തിക്ക്. അപ്പോൾ കുറച്ച് ടൊമാറ്റോ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തോ ഞാൻ പറയില്ലേ, സാധനമൊക്കെ വെറും പന്ന ടൊമാറ്റോ, അധികം പഴുക്കാത്ത ഒരു സൈസ് ടൊമാറ്റോയ്ക്ക് തന്നെ എന്താ വിലയാണ്. അപ്പോൾ ഞാൻ ടൊമാറ്റോ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തായിരുന്നു. ഇപ്പോൾ അതിലേക്ക് സവാളയും പച്ചമുളകും എല്ലാം ചേർത്ത് ടൊമാറ്റോ ചട്നിയൊക്കെ ആകുമ്പോൾ നമുക്ക് പിന്നെ ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പുറകെ ഇങ്ങനെ നിൽക്കേണ്ട, ഒന്ന് അരിഞ്ഞെടുക്കുന്ന ആ സമയമുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതാകുമ്പോൾ അവർക്ക് പിന്നെ ഉച്ചയ്ക്ക് പിന്നെ ചപ്പാത്തി ആണെങ്കിലും എല്ലാവർക്കും അത് കഴിച്ചിട്ട് പിന്നെ വൈകിട്ട് വല്ലതും നമുക്ക് വേണമെങ്കിൽ വല്ലതും ഉണ്ടാക്കുമെങ്കിൽ ഈ അച്ചാർ പരിപാടിയുള്ളപ്പം ചില സമയത്ത് ഞാൻ തലേന്ന് എല്ലാം ഉണ്ടാക്കി. ഇതിപ്പോൾ എൻ്റെ കണ്ടിന്യൂസ് 2-3 ദിവസം ഇതായതുകൊണ്ട് അപ്പോൾ എനിക്ക് ഇതിൻ്റെ അച്ചാറിൻ്റെ പുറകെ മാത്രം ഇരിക്കാക്കത്തില്ലല്ലോ, വീട്ടിലെ കാര്യങ്ങളിലൂടെ നടക്കണ്ടേ. അങ്ങനെ ആയതുകൊണ്ട് എനിക്കിങ്ങനെ ബുദ്ധിമുട്ടായതാണ്. അല്ലെങ്കിൽ ഇടയ്ക്ക് വല്ലപ്പോഴും ചെയ്താൽ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഓർഡർ ഇല്ല. ഇപ്പം വന്നുടനെ എല്ലാവർക്കും ഒരുമിച്ച് വന്ന്, അതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടായിപ്പോയി.
അപ്പോൾ ഓരോന്നോരോന്നും നമ്മൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് ചെയ്യുക. ഇന്ന സമയത്ത് നാളെ ഇന്നത് ചെയ്യണം, അങ്ങനെയൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ കുക്കിങ്ങും അച്ചാറിടലും എല്ലാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് തീ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പിന്നെ ലാസ്റ്റിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഇത് സ്വല്പം മല്ലിപ്പൊടി ഞാൻ ചിലപ്പം ചേർക്കും, ചിലപ്പം ചേർക്കത്തില്ല. അപ്പോൾ പ്രൈസന് നേരത്തെ ഇത് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പം അവന് ഇഷ്ടമല്ല. ഇപ്പം അവൻ വെണ്ടയ്ക്കായയും കൊണ്ടിരിപ്പോൾ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അത് മതി അവന്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി കുറച്ച് ഞാൻ എടുത്ത് വെച്ചായിരുന്നു. കാരണം പോളിന് ഇതാണെങ്കിലും ഇഷ്ടമാണ്, വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അവന് ഇഷ്ടമാണ്, കോവയ്ക്ക ഇഷ്ടമാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഇതെല്ലാം മൂന്നുകൂടെ ആയപ്പം കുറച്ച് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അവന് കൊടുക്കാനായിട്ട്. അതടപ്പത്തിട്ടിട്ട് ഞാൻ പിന്നെ കാരണം തുണികൾ ചൂട് സമയത്താണെങ്കിൽ വെയിലുള്ള സമയത്താണെങ്കിൽ ഞാൻ ഉച്ച കഴിഞ്ഞൊക്കെ ഇട്ടാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. ഇപ്പോൾ ആണെങ്കിൽ മഴ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയ്യുന്നത് കൊണ്ട് നമുക്ക് തുണി പെട്ടെന്ന് ഉണങ്ങി കിട്ടണ്ടേ. ഫ്രണ്ട് റൂമിലുള്ളത് ഞങ്ങൾ ഫ്രണ്ട് റൂമിലെ കർട്ടൻ്റെ ആ റോഡുണ്ടല്ലോ അതിൻ്റെ അകത്ത് ആങ്കറെ തൂക്കിയിടുമ്പോൾ ആ ഫാനിൻ്റെ കാറ്റ് കൊണ്ട് അവിടെ ഉണങ്ങും. ഇപ്പോൾ ഈ അകത്തെ മുറിയിലെ ഇവിടത്തെയൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടുണങ്ങും. അപ്പോൾ കഴിവതും ഞാനുള്ള ഈ പാസേജ് ഇടാനുള്ളതെല്ലാം അങ്ങ് പാസേജ് ഇടും. പിന്നെ കുറച്ച് വല്ലതും നമുക്ക് സ്റ്റാൻഡ് ഇട്ടാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് വൈകുന്നേരം ആകുമ്പോഴത്തേന് ചെറിയ കൊച്ചു ബനിയനും അങ്ങനെയൊക്കെയുള്ളത് സ്റ്റാൻഡിലിടും. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ചെറുപയറൊന്ന് കുക്കറിൽ വേവിച്ചായിരുന്നു. അപ്പം വെജിറ്റബിളൊന്നും അരിയാൻ സമയം കിട്ടിയില്ല. ഇന്നലെ അരിഞ്ഞ് വെക്കാൻ സമയം കിട്ടിയില്ല, ഇന്നും പറ്റിയില്ല. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇച്ചിരി തേങ്ങയും ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതൊന്ന് വഴട്ടിയെടുത്തിട്ട് പിന്നെ ആ പയറൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറുപയർ ആണെങ്കിലും ഇവിടെ കുഴപ്പമില്ല. പോളിന് പിന്നെ മോരുകറി ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കിയിട്ട് വേണം എനിക്കിനിയും എൻ്റെ അച്ചാർ പരിപാടി തുടങ്ങാൻ. ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല. ഇതെല്ലാം പെട്ടെന്ന് ചെയ്ത് തീർത്തിട്ട് സത്യം പറഞ്ഞാൽ ആ സമയത്ത് ഉച്ചക്കത്തെ എല്ലാം കഴിഞ്ഞിട്ട് ഒതുങ്ങി സ്റ്റാൻഡ് എടുത്തങ്ങ് മൊബൈലിൻ്റെ സ്റ്റാൻഡ് എടുത്ത് ഞാനങ്ങ് താഴെ വെച്ച് മൊബൈലിൻ്റെ ഈ വീഡിയോ എടുക്കുന്ന സ്റ്റാൻഡ് എടുത്ത് താഴെ വെച്ച് പിന്നെ അത് എടുക്കാനായിട്ട് പിന്നെ അച്ചാറിൻ്റെ എല്ലാം ഞാൻ ടേബിളിലെല്ലാം അരിഞ്ഞ് പറക്കിയതെല്ലാം വെച്ച് പിന്നെ അതെടുക്കാനായിട്ടൊന്നും നിന്നില്ല. അതത്രയുമായിരുന്നു നമ്മുടെ ഇന്നലത്തെ വീഡിയോ. ഇനിയിപ്പം ഞാൻ കാണിക്കുന്നത് നാളത്തെ വീഡിയോ. നാളത്തെ പിറ്റേന്ന് രാവിലെ തൊട്ടുള്ളത് അതും കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ ഇവിടെ കൊഴുക്കട്ട ഭയങ്കര ഇഷ്ടം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സാധനം കൊഴുക്കട്ട. പക്ഷേ ഫില്ലിങ് അതിൻ്റെ അകത്ത് നന്നായിട്ട് വേണം. എനിക്കാണെങ്കിൽ പേരിന് വേണ്ടി അതൊന്ന് നമ്മുടെ ഇവിടെ കൂടുതൽ ഗോതമ്പും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഗോതമ്പിൻ്റെ ആ ഒരു പുഴുങ്ങിയ ഒരു ടേസ്റ്റ് ഒരു ഇച്ചിരി കിട്ടിയാൽ മതി. എനിക്ക് അതിഷ്ടമാണ്. പക്ഷേ പോളിനും പ്രൈസിനും നന്നായിട്ട് അപ്പോൾ പോള് കഴിഞ്ഞ ദിവസം എന്നോട് ഐഡിയ പറഞ്ഞു തന്നെ, മമ്മി ഈ ശർക്കര എല്ലാം കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ടങ്ങ് കുഴയ്ക്കാൻ. അപ്പോൾ അതിൻ്റെ അകത്ത് മാത്രമല്ല വെളിയിലും നല്ല മധുരം കിട്ടുമെന്ന്. ഞാൻ പറഞ്ഞു ഇനി നെക്സ്റ്റ് ടൈം ചെയ്യുന്നുണ്ടെങ്കിൽ ഇച്ചിരി പഞ്ചസാര വെള്ളത്തിൽ കുഴയ്ക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ തേങ്ങ ഇത് ഞാൻ കുഴച്ചിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ടിഫിനും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഇത് കൊടുത്തണേ. പക്ഷേ ഞാൻ പറഞ്ഞില്ല ഫില്ലിങ് നന്നായിട്ട് വേണമെന്ന്. അപ്പോൾ എനിക്ക് ഈ ശർക്കര ഇട്ട് ചിരണ്ടുന്ന പാടാണ് എനിക്ക്. അപ്പോൾ അത്രയും ചിരണ്ടി എടുത്ത് ഞാൻ എല്ലാം ഒന്ന് ഉണ്ടാക്കി. പ്രൈസമ്മന് സ്കൂളിലും കൊണ്ടുപോയത് അപ്പോൾ പിള്ളേർ ചോദിച്ചെന്ന് ഇതെന്തോ. അന്നേരം പറയാം മോമോസാണ്. ഈ പിള്ളേർക്ക് രണ്ടിനും ഭയങ്കര ഇഷ്ടമാണ് മോമോസ്. എനിക്കാണെങ്കിൽ അതിനത്ര അങ്ങനെ കഴിക്കത്തില്ലെന്നല്ല, പക്ഷേ എനിക്ക് അങ്ങനെ അങ്ങ് ഷോക്കില്ല. പക്ഷേ അതേസമയം ഈ കൊഴുക്കട്ട ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പലഹാരങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ചില ചാനലിൽ കഴിഞ്ഞ ദിവസം ജോമാസ് വേൾഡിൻ്റെ അകത്ത് അവർ മോൻ ഏത്തക്കാപ്പവും ബീഫ് കറി കൂടെ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു കൊതി. അതുപോലെ ജീനയുടെ വീട്ടിൽ പിന്നെ എന്നും നാട്ടിലെ പലഹാരങ്ങൾ കാണും. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു കൊതിയാണ്. ഇവർക്കും നാട്ടിലെ പലഹാരങ്ങളൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ ഇഷ്ടമല്ലെന്നല്ല, അവർക്ക് പിന്നെ ഇവിടുത്തെയൊക്കെ ഉള്ളത് ഇച്ചിരി കൂടുതൽ. പക്ഷേ എനിക്ക് ഇവിടുത്തേനോട് അത്ര താല്പര്യമില്ല, നമ്മുടെ നാട്ടിലത്തേനോടാണ്. അപ്പോൾ ഞാൻ പിന്നെ സ്റ്റാൻഡൊക്കെ ഞാൻ ഇന്ന് തൊട്ട് പൊടി തട്ടി എടുക്കാമെന്ന് വെച്ച് തുണികളൊക്കെ ഇടാനേ. അപ്പോൾ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ. പ്രൈസമ്മോൻ ഇപ്പോൾ അവൻ്റെ കൊഴുക്കട്ട തിന്ന് അതാ ഇപ്പം കൊണ്ട് ഒന്ന് വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ ഞാൻ ഇത് രാവിലെ തുണി ഇന്നലത്തെ ഇട്ടത് വെളിയിലാണ് ഞാൻ കൊണ്ട് തൂക്കിയിട്ടത്. പക്ഷേ അപ്പം മഴച്ചാറ്റലായതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും എടുത്ത് അകത്തോട്ടിട്ട്. ഇവിടെ ഇപ്പോൾ ഈ ഫാൻ ഇങ്ങനെ കിടക്കുന്നുണ്ടെങ്കിൽ അതങ്ങ് ഉണങ്ങിക്കോളൂ ഈ ബനിയനൊക്കെ ആകുമ്പം. അതിനുശേഷം പിന്നെ ഞാൻ പറയില്ല 2 ദിവസത്തിന് മുമ്പ് ബീഫ് അച്ചാറിട്ട് ആ പാത്രം അവിടെ പിറ്റേ ദിവസം വടിക്കാനുണ്ടായിരുന്നു അതിൻ്റെ അകത്ത്. അതുകൊണ്ട് അത് അവിടെ ഇരിക്കുമായിരുന്നു. ഇന്നിപ്പോൾ എടുത്ത് കഴുകണം. നല്ല വെയിറ്റ് ആ ഉരുളിക്ക്. ഇത് വലുതാണ്, മറ്റേത് ചെറുതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കട്ടെ എന്നിട്ട് വെളിയിൽ കൊണ്ട് ബാൽക്കണിയിലോട്ട് വെക്കുമ്പോൾ അതൊന്ന് ഉണങ്ങി കിട്ടും. മഴയാണെങ്കിൽ പറ്റത്തില്ല, എന്നാലും വെള്ളം തോന്നു കിട്ടും. ഒന്നൊരിടത്ത് ഒതുക്കി വെക്കണ്ടേ. അപ്പോൾ പയർ തോരൻ ഇരിപ്പുണ്ട് കുറച്ച്. എന്നാലും
ഇത്തിരി കാബേജ് തോരനൂടെ അങ്ങ് വെച്ചേക്കാമെന്ന് വെച്ചു. അപ്പോൾ കാബേജൊക്കെ ഞാൻ ഇന്നലെ സമയം കിട്ടാൻ ഞാൻ രാത്രിയിലൊന്ന് അരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പോൾ സവാളയൊക്കെ ഇപ്പം അരിയുന്നുണ്ട്, സവാളയും പച്ചമുളകും എല്ലാം കൂടെ. അപ്പം ഇഞ്ചിയും ഇതിനകത്തുനിന്ന് കൊത്തി അരിയുന്നുണ്ട്. കറിവേപ്പില കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന കറിവേപ്പില നല്ല കറിവേപ്പിലയായിരുന്നു. അപ്പോൾ ഞാനതെല്ലാം ഒന്ന് കഴുകിയിട്ട് ഞാൻ കട്ടിലിൻ്റെ മണ്ടേ പായിട്ടിട്ട് ഫാനിൻ്റെ കീഴിൽ കൊണ്ടുവെക്കും. എന്നിട്ട് അതൊന്ന് ഉണങ്ങത്തില്ലേ, ഉണങ്ങുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ ഇതിൽ ഇങ്ങനെ ഊരി ഡബ്ബയ്ക്കകത്തിട്ട് വെക്കും. സവാളയ്ക്ക് എന്താ വിലയാ? ഇവിടെ ഇന്നലെ ഞാൻ വാങ്ങിച്ചോണ്ടേ സവാള കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. 45 രൂപ സവാള. പിന്നെ വെളുത്തുള്ളി 300 രൂപ. ഉരുളക്കിഴങ്ങ് 40. എന്തോ ചെയ്യും. ഇനിയിപ്പം സവാളയുടെ വില കൂടുമെന്നാണ് പുള്ളി പറയുന്നത്. മഴയല്ലേ. പച്ചക്കറിക്ക് ഭയങ്കര വില. കഴിഞ്ഞ ദിവസം കഴിച്ചാൽ വാങ്ങിച്ചതെല്ലാം 1/2 കിലോ 60-70 രൂപയൊക്കെയാണ്. പിന്നെ മീൻകറി ഇല്ലാത്തതുകൊണ്ടൊരു വല്ലാതെ. മീൻകറി ഉണ്ടെങ്കിൽ പിന്നെ ആ ചാറാന്നേലും മതി. എനിക്ക് മോരിനോടൊന്നും അത്ര താല്പര്യമില്ല. ചവിയലുണ്ടെങ്കിൽ കൊള്ളാം. രാവിലെ തൊട്ട് മഴ ചാറിയും ഇങ്ങനെയൊക്കെ നിൽക്കുന്നു. ഈ തുണി ഉണങ്ങാനാണ് എനിക്ക് ഡെയിലി കഴുകുന്നവർക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഉണങ്ങണ്ടേ. അകത്തിട്ടാലും ഇച്ചിരി നനഞ്ഞ് കിടക്കും. ഫാനിൻ്റെ ഇതുകൊണ്ട് ഉണങ്ങിയാലുമേ അനുവന്നു. കൊറിയർ കാരണം അതിപ്പോഴേ വരത്തില്ല. ആരാടാ? ഇസ്തരിയാണോടാ? അനു അല്ലായിരുന്നു വന്നത്, ഇസ്തരിക്കാരനായിരുന്നു വന്നത്. അപ്പോൾ ഇസ്തരിയൊക്കെ കൊടുത്ത് ഇപ്പം പിന്നെ ഞാൻ പിന്നെ തോരൻ വയ്ക്കാം. തേങ്ങയൊക്കെ തിരുമ്മി വെച്ചതായതുകൊണ്ട് പെട്ടെന്ന് ഇനി അങ്ങ് അരിഞ്ഞ് വെച്ചാൽ മതി. ഉള്ളിക്ക് വിലയാന്ന് പറഞ്ഞാൽ നമ്മൾ ചേർക്കാനുള്ളത് അങ്ങ് ചേർത്ത് പോകും. ഇനിയിപ്പം നമ്മൾ പ്രൈസമ്മാൻ്റെ സമയം കൂട്ടിയത് കൊണ്ട് ഞാൻ തന്നെ പോകണം വിളിക്കാൻ. അല്ലെങ്കിൽ പോൾമോൻ പോകുമായിരുന്നു. അവന് 6 മണിക്ക് മുമ്പിട്ട് വരുമായിരുന്നല്ലോ. ഒരു 5:30-5:45 വീട്ടിൽ എത്തുമായിരുന്നു. അപ്പോൾ പോൾമോൻ 6 മണിക്ക് ട്യൂഷൻ ഉള്ളപ്പോൾ അവൻ കൊച്ചിനെ വിളിച്ച് ഇങ്ങോട്ട് കയറ്റി വിട്ടിട്ട് അവനങ്ങ് ട്യൂഷന് പോകുമായിരുന്നു. ഇപ്പം ഇച്ചിരി ലേറ്റായിട്ട് വരുന്നത് കൊണ്ട് ഞാൻ പോകേണ്ടി വരും. കാരണം മഴയൊക്കെ ആണെങ്കിലേ നമ്മൾ പോയാലേ ഒക്കത്തുള്ളൂ. ഇത് കണ്ടോ, ഈ കാട്ടുമുല്ല അറിയാമോ? കാട്ടുമുല്ലയാണ് ഇത്. അപ്പം നല്ല മണമാണ്, നിറച്ചും പൂത്ത് നിൽക്കുക. ഈ മഴവെള്ളം കൊണ്ട് അതിങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ താണു വന്ന് കിടക്കുക. അതാ ഞാനൊന്ന് വീഡിയോ എടുത്തത്. അതുകൊണ്ട് നല്ല മണം അങ്ങോട്ട് നിൽക്കുന്നത്. തറയിലെല്ലാം മെത്ത വിരിച്ചതുപോലെ പൊഴിഞ്ഞു കിടക്കുക വെള്ളപ്പൂ. അവിടെ ഉള്ള ബെഞ്ച് നമ്മുടെ സീനിയർ സിറ്റിസന്മാർക്ക് ഇരിക്കാനുള്ള, അപ്പച്ചന്മാർക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് ഉണ്ടാക്കി വെച്ചേക്കുക അത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേരെ. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.